അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഒരു വെടി പൊട്ടിച്ചിരിക്കുകയാണ്. ഇത് 24ാമത്തെ തവണയാണ് അദ്ദേഹം ഈ വെടി പൊട്ടിക്കുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ പാക് സംഘർഷത്തിനിടയ്ക്ക് 5 വിമാനങ്ങളെ വെടിവെച്ചിട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ആരുടെ വിമാനങ്ങളെ വെടിവെച്ചിട്ടു എന്ന് പറയാതെ ഒരു സസ്പെൻസിൽ നിർത്തിയിരിക്കുകയാണ്. ട്രംപ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ മേഖലയിൽ നിലനിൽക്കുന്ന ഒരു സമാധാനം, അത് ഇന്ത്യയുടെ സംഭാവനയാണ്, അത് അട്ടിമറിക്കാനാണോ ഈ ട്രംപിൻ്റെ നീക്കം? അദ്ദേഹം ഇന്ത്യ പാകിസ്ഥാൻ മാത്രമല്ല, ഇസ്രായേലും ഇറാനും തമ്മിലും, അതോടൊപ്പം തന്നെ അവസാന ഘട്ടത്തിൽ റഷ്യയും ഉക്രൈനും തമ്മിൽ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലും തങ്ങളുടെ കീഴിലാണെന്ന് തെളിയിക്കാനുള്ള ഒരു വെപ്രാളമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വെപ്രാളത്തിന് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നറിയില്ല. അദ്ദേഹം പക്ഷേ സമൂഹത്തിന് മുന്നിൽ ഒരു കോമാളിയായാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ തവണയും അദ്ദേഹം പറയുകയാണ്, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടയിൽ താൻ സംസാരിച്ചു, പിന്നീട് പറഞ്ഞു ഇന്ത്യയോട് സംസാരിച്ചിട്ടില്ല, ഞാൻ പാകിസ്ഥാനോടാണ് സംസാരിച്ചത്, പാകിസ്ഥാൻ എന്നോട് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇന്ത്യയോട് സംസാരിച്ചത്. ആ രീതിയിലുള്ള അദ്ദേഹം എന്താണോ പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റി പറയുന്ന രീതിയിലേക്കാണ് നാം കാണുന്നത്. ഇന്നലെ ഒരു റിപ്പബ്ലിക് സെനറ്റർമാരുടെ യോഗത്തിലാണ് അദ്ദേഹം ഇത്തരം ഒരു പ്രസ്താവനയുമായി വന്നിരിക്കുന്നത്. അതിനിടയിൽ തന്നെ അദ്ദേഹം കുറച്ച് നാളുകളായി അതിലെ ഏറ്റവും തമാശ, ഇദ്ദേഹത്തിന് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ എന്ന് അമേരിക്കയിലെ ഡോക്ടർമാർ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇടക്കാലത്ത് അദ്ദേഹം പറയുന്നു, എനിക്ക് പോപ്പാവാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നതായിട്ട്. അല്ല, ഇടയ്ക്ക് അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം വേണം, നൊബേൽ സമ്മാനത്തിന് ഞാൻ അർഹനാണ്, നൊബേൽ അവാർഡ് കിട്ടാൻ എനിക്ക് യോഗ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. അല്ല, ആദ്യം ഇതായിരുന്നു, എനിക്ക് പോപ്പാവാൻ ആഗ്രഹമുണ്ട്. അതിനുശേഷമായിരുന്നു ഇത്തരം പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. ഞാൻ എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി സംസാരിക്കുന്നു, സമാധാനത്തിന് വേണ്ടി സംസാരിക്കുന്നു, പക്ഷേ എനിക്കൊരു പരിഗണനയും ലഭിക്കുന്നില്ല, എനിക്ക് നൊബേൽ സമ്മാനം കിട്ടാൻ ഞാൻ അർഹനാണെന്ന വലിയ രീതിയിലുള്ള പ്രസ്താവനയുമായി അദ്ദേഹം രംഗത്ത് വരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാന ഘട്ടം നമുക്കറിയാം, ഈ അസീം മുനീറുമായി ബന്ധപ്പെട്ട് അസീം മുനീറിനെ അവിടെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. വിളിച്ചു വരുത്തി ആഹാരവും കൊടുത്ത് അദ്ദേഹം തിരിച്ചു വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. പാകിസ്ഥാൻ ആവശ്യപ്പെടുകയാണ് ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം നൽകണമെന്ന്, സമാധാനത്തിനുള്ള നോബൽ നൽകണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതിലൂടെ തന്നെ വ്യക്തമാണ് എന്തുകൊണ്ടാണ് അസീം മുനീറിനെ അവിടെ വിളിച്ചു വരുത്തിയത്. പാകിസ്ഥാൻ അത് ആവശ്യപ്പെട്ട് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ഇറാനിൽ കയറി അമേരിക്ക ബോംബിടുന്ന കാഴ്ചയിൽ ലോകം കണ്ടു. അല്ല, പക്ഷെ അദ്ദേഹത്തിന് തിന്ന ചോറിനോട് നന്ദി വേണമല്ലോ. അതുകൊണ്ടായിരിക്കും അസീം മുനീർ തിരിച്ചു വന്ന ഉടൻ ആവശ്യപ്പെടുകയാണ് അമേരിക്കൻ പ്രസിഡന്റിന് നൊബേൽ സമ്മാനം നൽകണമെന്ന്. ഒരു വൈരുദ്ധ്യങ്ങളുടെ, ദുരൂഹതയുടെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമായിട്ടാണ് ട്രംപിനെ ഇപ്പോൾ ലോകം കാണുന്നത്. ഈ സെലൻസ്കിയുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കറിയാം, സെലൻസ്കി അവിടെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ്. തിരിച്ചു വന്നപ്പോൾ പറയുകയാണ് ദീർഘദൂരം മിസൈൽ തരാൻ നിങ്ങൾ അവിടെ റഷ്യ ആക്രമിക്കുമോ എന്ന രീതിയിൽ. ഇദ്ദേഹം എന്തെല്ലാം ഇനി ലോകരാജ്യങ്ങൾക്ക് വിന വരുത്തി വയ്ക്കുമെന്നത്. ഈ രണ്ടാമത്തെ പ്രസിഡന്റ് പദവി ട്രംപിനെ വട്ടനാക്കിയോ? ഒരു കുട്ടികളെ പോലെയാണ് അദ്ദേഹം ഭരണത്തെ കാണുന്നത്. ആ കുട്ടികളെ നമുക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഇവിടെ ഒരു കുട്ടി പ്രധാനമന്ത്രിയാവാൻ വേണ്ടി കാശ്മീർ മുതൽ അങ്ങ് കന്യാകുമാരി വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ നാം ഇത്തരത്തിലാണ് നോക്കിക്കാണേണ്ടത്. ട്രംപിനെ കൊണ്ട് എന്താണ് അമേരിക്ക ബുദ്ധിമുട്ടുന്നത്, ആ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഇന്ത്യയിലേക്ക് വരാൻ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെയും ഇന്ത്യയിലെ ജനങ്ങൾ വലിയ രീതിയിൽ ജാഗ്രത പുലർത്തണമെന്നും പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത് അന്ന് സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ താൻ ഇടപെട്ടു എന്നും സംഘർഷം അതിരൂക്ഷമായിരുന്നു, 5 വിമാനങ്ങൾ തകർന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഏത് വിമാനമാണ് തകർന്നത്, ഏത് രാജ്യത്തിൻ്റെ വിമാനമാണ് തകർന്നതെന്ന് കൃത്യമായി പറയുന്നില്ല. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പാകിസ്ഥാന്റെ വിമാനങ്ങളാണ് തകർന്നത്. പാകിസ്ഥാന്റെ വിമാനങ്ങൾ തകർന്നു എന്ന് പറയുമ്പോൾ നഷ്ടം അമേരിക്കയ്ക്കാണ്. അമേരിക്ക നിർമ്മിച്ചു നൽകുന്ന വിമാനങ്ങളാണ് പൂർണ്ണമായി തന്നെ പാകിസ്ഥാൻ തലമുറയിൽപ്പെട്ട വിമാനങ്ങളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി പറയാൻ കഴിയുമോ വിമാനം തകർന്നിട്ടുണ്ട്, ഞങ്ങൾ നൽകിയ വിമാനമാണ് തകർന്നതെന്ന് അവർക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്ക് വിമാനം നൽകിയ റഫേലിലെ ഫ്രഞ്ച് അധികൃതർ തുറന്നു പറയുകയാണ്, അവർ ലോകം മുഴുവൻ സഞ്ചരിച്ച് പറയുകയാണ്, പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ഒരു വിമാനം പോലും തകർന്നിട്ടില്ല, ഞങ്ങളുടെ വിമാനം കരുത്തുള്ളതാണ്, അത് അങ്ങനെ വീഴില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിത്രങ്ങൾ ഹാജരാക്കൂ എന്ന് പറയുന്നത് ഇന്ത്യക്കാരല്ല, ഇന്ത്യയുടെ അധികൃതരല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ല, അത് ഫ്രഞ്ച് വിദേശ രാജ്യങ്ങൾ പറയുകയാണ്. അങ്ങനെ എന്തായാലും അമേരിക്കയ്ക്ക് പറയാൻ ധൈര്യമുണ്ടോ?
അല്ലെ, ഫ്രഞ്ച് അധികൃതർ പറയുമ്പോൾ അമേരിക്ക പറയുകയാണ് ഞങ്ങളുടെ വിമാനങ്ങൾ തകർന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ചിത്രം കൊണ്ടുവന്ന് ട്രംപിനെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിടാൻ പറഞ്ഞാൽ കളി മാറി. അതെ, ട്രംപിന് ആ ധൈര്യമുണ്ടോ? പക്ഷെ ഫ്രാൻസിന് ആ ധൈര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ പലയിടങ്ങളിൽ തുറന്നു പറയുകയാണ്. അവസാന ഘട്ടത്തിലാണ് തുടക്കം ഈ ഫ്രഞ്ചാണ് രംഗത്ത് വന്നെങ്കിൽ അവസാന ഘട്ടത്തിലാണ് എല്ലാം കഴിഞ്ഞ് ശുഭമായപ്പോഴാണ് അജിത് ഡോവൽ തന്നെ രംഗത്തെത്തി പറയുകയാണ് ഇന്ത്യക്കൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. ഇന്ത്യ എന്താണ് ലക്ഷ്യമിട്ടത് അതെല്ലാം നേടിയിട്ടുണ്ട്. ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് അത് പൂർണ്ണമായി തന്നെ തകർക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഭീകരവാദികളെ ലക്ഷ്യമിട്ട് അത് തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇന്ത്യയെ തിരിച്ചടിക്കണമെന്ന ചിന്തയുമായി പാകിസ്ഥാൻ മുന്നോട്ട് വന്നപ്പോൾ അത് എങ്ങനെയാണ് തകർത്തതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കാരണം നാം കണ്ടല്ലോ, അത് ഈ അസീം മുനീർ തന്നെ പ്രസിഡന്റ് തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഒന്ന് രാത്രി അല്ലെ പുലർച്ചെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇന്ത്യയെ ആക്രമിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് അതിനു മുൻപ് തന്നെ ബ്രഹ്മോസുകൾ തങ്ങളെ തേടി എത്തിയതായി. ഞങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുന്നതിന് തൊട്ട് മുമ്പേ ബ്രഹ്മോസ് ഇവിടെ ഞങ്ങളെ തേടി അന്വേഷിച്ചെത്തി. അത് ഷഹബാസ് ഷെരീഫ് അത് ശരിവെക്കുകയും ചെയ്തു അവരുടെ പ്രധാന. അദ്ദേഹമാണ് പറഞ്ഞത്. അദ്ദേഹം എന്നിട്ട് പറയുകയാണ് എന്നെ അസീം മുനീറാണ് വിളിച്ച് വിവരം അറിയിച്ചത്. ഇന്ത്യയുടെ ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നു, നമ്മുടെ ഭീകരപരിശീലന കേന്ദ്രങ്ങൾ തകർത്തിരിക്കുന്നു എന്ന് അസീം മുനീറാണ് എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ഉണർത്തി പറഞ്ഞത്. എന്തായാലും അത്തരം ഇദ്ദേഹം ഈ സമയത്തെങ്കിലും ഇത്തരം പ്രസ്താവനകൾ വച്ചു നിർത്തി മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്, സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ രാജ്യത്തെ എങ്ങനെയെങ്കിലും വികസിപ്പിച്ച് ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാക്കാൻ ശ്രമം നടത്താനുള്ളതിൽ ഇദ്ദേഹം ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. 8 വർഷം കൊണ്ട് സർക്കാരുകൾക്ക് കഴിഞ്ഞ 8 വർഷം കൊണ്ട് സർക്കാരുകൾക്ക് ചെയ്യാൻ കഴിയാത്തത് ഞാൻ 6 മാസം കൊണ്ട് കഴിഞ്ഞു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. 8 വർഷത്തിൽ 4 വർഷം ഭരിച്ചത് ട്രംപാണ്. അപ്പോൾ ട്രംപ് തന്നെ പറയുകയാണ് എന്റെ സർക്കാരിന് കഴിയാതിരുന്നത് ഞാൻ 6 മാസം കൊണ്ട് നേടിയെന്ന് പറയുകയാണ്. അപ്പോൾ ഇദ്ദേഹം അത് തന്നെയാണ് പൊതുജനവും പറയുന്നത്. ആദ്യത്തെ 4 വർഷമുള്ള ട്രംപ് അല്ല ഇപ്പോഴുള്ള ട്രംപ്. ഇപ്പോഴുള്ള ട്രംപ് എന്തോ ചെയ്യുന്നു, എന്തോ കാണിക്കുന്നു. സൗദി അറേബ്യ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നു. കാരണം സിറിയയുമായി ബന്ധപ്പെട്ട് അറിയാലോ, അമേരിക്കയ്ക്കെല്ലാം എല്ലാ കാലത്തും തലവേദന ഉണ്ടാക്കി വെച്ച ഒരു രാജ്യമാണ് സിറിയ സർക്കാർ. അവിടെ ഈ സർക്കാരുകൾ തന്നെ ഭീകരവാദിയായി പ്രഖ്യാപിച്ച ആ നേതാവിന് പോയി കൈ കൊടുക്കുകയാണ്. പിന്നീട് ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ സെലൻസ്കിയുമായി ബന്ധപ്പെട്ട് സെലൻസ്കിയെ വിമർശിച്ച ഈ ട്രംപ് തന്നെ അദ്ദേഹത്തിന് മിസൈൽ കൊടുക്കുമെന്ന് പറയുന്നു. ഇതെന്താണ്? ആദ്യകാലത്തെല്ലാം വലിയ രീതിയിൽ റഷ്യയുമായി ബന്ധം സൂക്ഷിച്ചിരുന്ന, പ്രത്യേകിച്ച് പുടിനുമായി ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു നേതാവാണ്. അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ പോലും ട്രംപിന് വേണ്ടി ഇടപെടൽ ഉണ്ടായി എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അന്ന് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ. കാരണം റഷ്യയുടെ പല അധികൃതരും ഇതിൽ ഇടപെട്ടു. അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തി ട്രംപിന് അനുകൂലമായ ഒരു സാഹചര്യം റഷ്യ ഒരുക്കി വെച്ചു. പ്രധാനപ്പെട്ട ട്രംപ് ഈ പുടിൻ തന്നെയാണ് അതിന് പിന്നിലെന്ന രീതിയിലുള്ള അന്വേഷണം ഉൾപ്പെടെ ഉണ്ടായിട്ട് പോലും ഇപ്പോൾ റഷ്യക്കെതിരായി മാറിയിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. ഇനി അവസാനം ഈ നൊബേൽ സമ്മാനമാണെങ്കിൽ അത് കൊടുത്ത് അദ്ദേഹത്തെ ഒതുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ലോക രാജ്യങ്ങൾക്ക് തന്നെ വലിയ തലവേദനയാവും. പണ്ട് നാം കണ്ടിട്ടുണ്ട് അങ്ങനെ നേതാക്കൾ തലവേദനയായി മാറുമ്പോൾ ലോകത്ത് തന്നെ വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്നു. അത് നാം മുസോളിനിയിൽ കണ്ടിരുന്നു, ഹിറ്റ്ലറിൽ കണ്ടിരുന്നു. ആ രീതിയിലേക്ക് ഒരു നേതാവായി ഇദ്ദേഹം മാറുകയാണെങ്കിൽ അത് ലോക രാജ്യങ്ങൾക്ക് തന്നെയാണ് വലിയ പ്രതിസന്ധി. നാം കണ്ടിട്ടുണ്ടല്ലോ, ഹിറ്റ്ലർ എന്നൊരു നേതാവ് ഉണ്ടായപ്പോഴാണ്, മുസോളിനി എന്നൊരു നേതാവ് ഉണ്ടായപ്പോഴാണ് വലിയ രീതിയിൽ രാജ്യം തന്നെ, ലോകരാജ്യങ്ങൾ തന്നെ ഒരു യുദ്ധത്തിലേക്ക് പോകേണ്ട ഘട്ടത്തിലേക്ക് വരുന്നത്. അത്തരമൊരു നീക്കത്തിലേക്ക് ട്രംപും പോകുകയാണെങ്കിൽ പല രാജ്യങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാകും. കാരണം നരേന്ദ്രമോദി റഷ്യയുടെ പ്രസിഡന്റായ പുടിന്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഈ കാലം യുദ്ധത്തിനുള്ള കാലമല്ല, വികസനത്തിനുള്ള കാലമാണ്. അതുകൊണ്ട് തന്നെ സമാധാനം പാലിക്കണമെന്ന് നരേന്ദ്രമോദി പറഞ്ഞ അത് തന്നെയാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ലോകരാജ്യങ്ങളും സ്വീകരിക്കേണ്ട നടപടി. കാരണം വലിയ രീതിയിൽ വികസനങ്ങൾ വരുന്നുണ്ട്, ജനങ്ങളുടെ പട്ടിണികൾ മാറുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഇത്തരം യുദ്ധങ്ങൾ വരുത്തി വെച്ച്, പ്രത്യേകിച്ച് അറിയാമല്ലോ എല്ലാ രാജ്യവും തീർച്ചയായിട്ടും യുദ്ധം വലിയ കെടുതികൾ ഉണ്ടാക്കും. നമുക്കറിയാം, 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ലോകം കടുത്ത ഭക്ഷ്യക്ഷാമത്തിലേക്ക് പോയി. അതുപോലെ 1ാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയ ദുരിതം ചെറുതല്ല. 2ാം ലോക മഹായുദ്ധം അവസാനിച്ചത് ജപ്പാനിൽ ആറ്റം ബോംബ് ഇട്ടുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ലോകത്ത് മനുഷ്യർക്ക് വലിയ നാശങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഈ നരേന്ദ്രമോദി ഒരു ഏകാധിപതി അല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ.
അദ്ദേഹം പറഞ്ഞു ഇത് യുദ്ധത്തിൻ്റെ കാലമല്ല, സമാധാനത്തിൻ്റെ കാലമാണ്. നമ്മളെല്ലാവരും പരസ്പരം ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക്, ശാന്തിയുടെ മാർഗത്തിലേക്ക് ഇറങ്ങി വരേണ്ടതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലെ, രണ്ടാം ലോക മഹായുദ്ധത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പല രാജ്യങ്ങളും ഇപ്പോൾ ആണവ ശക്തിയായിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉണ്ടായ നഷ്ടം എന്താണോ അതിനേക്കാൾ ഇരട്ടിയായിരിക്കും, അതിന്റെ എത്രയെങ്കിലും ഇരട്ടിയായിരിക്കും ഇനിയൊരു യുദ്ധം ഉണ്ടാകുക. ഒരു ചെറിയ യുദ്ധം പോലും ഭൂമിക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ നാശം അത് ചെറുതായിരിക്കില്ല, അത് വളരെ വലുതായിരിക്കും. അത് ലോകരാഷ്ട്രങ്ങളെ എല്ലാവരെയും ബാധിക്കും. കേവലം ഒന്നോ രണ്ടോ രാഷ്ട്രങ്ങളെ, ഇപ്പോൾ ജപ്പാനെ ആക്രമിച്ചപ്പോൾ ജപ്പാനും ജർമ്മനിയും ഒക്കെ അനുഭവിച്ച ആ ഒരു അതല്ല, അതിനേക്കാളുമൊക്കെ വലിയ നാശങ്ങൾ ഇന്ന് ലോകത്തിലല്ല. ഇപ്പം നമുക്കറിയാം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ചെറിയ ഈ മിസൈൽ തൊടുത്തുവിട്ട് കളിച്ച കളി പോലും രണ്ടു കൂട്ടർക്കും അത് ദോഷമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇസ്രയേലിനും ഇവരുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്, ഇറാനും പരിക്കേറ്റിട്ടുണ്ട്. ഇറാൻ ഏറ്റ പരിക്ക് വളരെ വലുതാണെന്നേ ഉള്ളൂ, പക്ഷേ ഇസ്രയേലിന് ഒരു പരിക്കും ഏൽക്കാതിരുന്നില്ല.